നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ജൂലൈ 31 വരെ തുടരുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. അന്താരാഷ്ട്ര യാത്രാ വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഭാഗിക വിലക്ക് UAE നീട്ടിയിരിക്കുന്നത്. ഞെട്ടാൻ വരട്ടെ, വാണിജ്യ സർവീസുകൾക്ക് 2020 ജൂൺ 26 ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് ഇപ്പോൾ പരിഷ്കരണത്തിന് വിധേയമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വിലക്ക് യാത്രക്കാരെ നിലവിൽ ബാധിക്കില്ല എന്നതാണ് ആശ്വാസകരം. 20ലേറെ രാജ്യങ്ങളുമായി ഇന്ത്യ എയർ ബബിൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാന സർവീസ് ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് UAEയിലേക്കുള്ള വിമാന സർവീസ് സംബന്ധിച്ച് ഇതുവരെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നില്ല എന്നതാണ് വിഷമകരമായ കാര്യം. UAE വിലക്ക് പിൻവലിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതേസമയം ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് വിമാനയാത്രാ വിലക്ക് ജൂലൈ 21 വരെ തുടരുമെന്ന് അബുദാബി വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസ് അറിയിച്ചു. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ UAE പൗരന്മാർ, നയതന്ത്ര പ്രതിനിധികൾ, ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങൾ, ഗോൾഡൻ വിസയുള്ളവർ തുടങ്ങിയവരെ വിലക്കിൽ നിന്ന് ഒഴിവാക്കി. ചരക്ക് വിമാനങ്ങൾക്കും വിലക്ക് ബാധകമല്ല. ജൂലൈ 7 മുതൽ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രാ സർവീസുകൾ പുനരാരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു. ഇന്ത്യ ദുബായ് സർവീസുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെ അന്വേഷണങ്ങൾക്കുള്ള മറുപടിയായാണ് എമിറേറ്റ്സ് ഔദ്യോഗിക ട്വിറ്ററിലൂടെ ഈ സന്തോഷം അറിയിച്ചിരിക്കുന്നത്. ദുബായിലേക്കുള്ള യാത്രാ നിബന്ധനകളുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ നീങ്ങുകയാണെങ്കിൽ ജൂലൈ 7 തന്നെ യാത്ര പുനരാരംഭിക്കും എന്ന നിലപാടിലാണ് എമിറേറ്റ്സ് ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ടിക്കറ്റ് ബുക്കിംഗും ആരംഭിച്ചിരുന്നു. UAE യാത്രാ വിലക്ക് പിൻവലിച്ച ജൂൺ 23 സർവീസുകൾ തുടങ്ങുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ യാത്രാ നിബന്ധനകളുമായി ബന്ധപ്പെട്ട അവ്യക്തത മൂലം വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് തടസ്സപ്പെട്ടിരുന്നു. യാത്രാ വിലക്കുകൾ എല്ലാം മാറി പ്രവാസി ലോകത്തേക്ക് പോകാൻ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് പ്രവാസികൾ ഏവരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.